റസൂലുള്ള പറഞ്ഞു തന്ത്രമാണ് ഉപയോഗിച്ചത്. ജനങ്ങളെ ആ റസൂലുള്ള പറഞ്ഞത് ശരിയാണെന്നുള്ളിടത്തോളം ഉറപ്പിച്ചു നിർത്താൻ. റസൂലിയും സഹാബക്കളും കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഖബർ കണ്ട് റസൂലുള്ള അവിടെ നിന്നു. റസൂലുള്ള പറഞ്ഞു, ഓഹ് എന്താണ് ആ ഖബറിലെ അവസ്ഥ. ഒന്നരക്കത്തേക്ക് എരിപുരി കൊള്ളാണ്, മലക്കളിട്ടിട്ട് അവനെ അടിച്ച് പണിയാക്കാണ്. എനിക്ക് സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ അവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. സഹാബക്കളും ഓൾക്ക് കാണാൻ കഴിയില്ലല്ലോ, റസൂലുള്ളാഹിക്കല്ല കാണുന്നത്. സഹാബക്കളും സഹാബക്കളും വിഷമായി ബേജാറ്. റസൂലുള്ള പ്രാർത്ഥിക്കുകയാണ്, ആ മയ്യത്തിനെ നീ രക്ഷപ്പെടുത്തി കൊടുക്കണം, അയാളെ കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുക. അപ്പം ആരാണ് ഇത് വിശ്വസിക്കുന്നത്? അപ്പം കൂടെയുള്ള ഈ സഹാബക്കൾ ശിഷ്യന്മാർ അവർക്ക് കാണാൻ കഴിയില്ലല്ലോ, റസൂലുള്ളാഹിക്കല്ലേ കാണാൻ കഴിയുള്ളൂ. അവരെ വിശ്വസിക്കുകയാണ്, അവരെ വിശ്വസിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള തന്ത്രങ്ങളാണ് റസൂലുള്ളാഹി ഉപയോഗിച്ച് ഈ മനുഷ്യരെല്ലാം ഉറപ്പിച്ചു നിർത്തിയത്. നാളെ മരിച്ചു പോയാൽ ആ ഖബറിൽ അനുഭവിക്കുന്നത്. അതെ, ആ ക്രൂരമായ ജനതയെ സംസ്കരിക്കുന്ന ആ പ്രവർത്തനമാണ്, പ്രക്രിയയാണ്. ഹിക്മത്ത് കൊണ്ടാണ് ദീനെ വളർത്തിയതും നിലനിർത്തിയെന്ന് പറഞ്ഞു. അതാണ് ഈ ശരീഅത്ത് നിയമങ്ങൾ. അതുകൊണ്ടാണ് ഈ പണ്ഡിതന്മാർ പറയും, നിങ്ങൾ ചിന്തിക്കരുത്, ചിന്തിച്ച വഴിതെറ്റിപ്പോകും. നിങ്ങൾ യഥാർത്ഥത്തെ അറിഞ്ഞു പോകും. ഇതിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. പിന്നെ നിങ്ങളെ നമസ്കാരം നോമ്പും ഇത് ഒന്നും നടക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട, ഈ പറഞ്ഞ അനുസരിച്ച് വിശ്വസിച്ചാൽ കൂടെ പോയാൽ മതി. ഇതാണ് ശരീഅത്ത്. പക്ഷേ ആ ശരീഅത്തിൽ നിന്ന് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? ചിന്തിക്കുന്നവർക്ക് കണ്ടെത്താൻ കഴിയും, ദൃഷ്ടാന്തമുണ്ട്, കണ്ടെത്താൻ കഴിയും. കണ്ടെത്തുമ്പോൾ നിങ്ങൾ ഈ പണ്ഡിതന്മാർ നമ്മളെ പറഞ്ഞു ഉറപ്പിച്ചു നിർത്തിയ സങ്കല്പം നിഗമനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തകിട് പൊടിയോ പൊളിയും. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണ്ട എന്ന് പറഞ്ഞത്. ഞാൻ നിങ്ങളെ ചിന്തിപ്പിക്കുകയാണ്.